എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ വളരെ കഠിനമായ വാക്കുകളല്ല ഉപയോഗിക്കുന്നത്. പകരം ചെറിയ ചെറിയ ഇംഗ്ലീഷ് എക്സ്പ്രഷനുകളാണ് അവർ സ്വാഭാവികമായി സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഇംഗ്ലീഷ് കൂടുതൽ ഫ്ലുവൻറ്റും കോൺഫിഡൻറ്റും ഒക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് പതിവായി ഉപയോഗിക്കുന്ന 50 വളരെ ഉപകാരപ്രദമായ ഇംഗ്ലീഷ് എക്സ്പ്രഷനുകളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓരോ എക്സ്പ്രഷൻ്റെയും അർത്ഥം മലയാളത്തിൽ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ സിമ്പിളായ ഒരു ഇംഗ്ലീഷ് എക്സാമ്പിൾ സെൻറ്റൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഈ ക്ലാസ് അവസാനം വരെ കാണും. നിങ്ങൾ ഇതിലെ എക്സ്പ്രഷനുകൾ നിങ്ങളുടെ ദൈനംദിന സംഭാഷണങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഇംഗ്ലീഷ് കൂടുതൽ സ്വാഭാവികവും ആത്മവിശ്വാസവും ഉള്ളതായിത്തീരും. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ എക്സ്പ്രഷൻ ബൈ ദ വേ. ബൈ ദ വേ മീനിങ് വഴിയെ പറയട്ടെ അല്ലെങ്കിൽ അതിനിടയിൽ. അതിനിടയിൽ ഒരു എക്സാമ്പിൾ സെൻറ്റൻസ്. By the way, how is your mother? How is your mother? അതിനിടയിൽ ഒന്ന് ചോദിക്കട്ടെ, നിന്റെ അമ്മ സുഖമായിരിക്കുന്നോ? ഇതാണ് അതിൻ്റെ ആ എക്സ്പ്രഷൻ്റെ അർത്ഥം. ബൈ ദ വേ, വഴിയെ പറയട്ടെ അല്ലെങ്കിൽ അതിനിടയിൽ. അടുത്തത് ഇൻ ഫാക്റ്റ്, വാസ്തവത്തിൽ. വാസ്തവത്തിൽ. എക്സാമ്പിൾ സെൻറ്റൻസ്. ഇൻ ഫാക്റ്റ് he is younger than me. In fact, he is younger than me. വാസ്തവത്തിൽ അവൻ എന്നേക്കാൾ ഇളയതാണ്. അതായത് ഒരുപക്ഷെ കാഴ്ചയിൽ അവൻ മൂത്തതായി തോന്നുമായിരിക്കാം. അതുകൊണ്ടാണ് വാസ്തവത്തിൽ അവൻ എന്നേക്കാൾ ഇളയതാണ്. ഇൻ ഫാക്റ്റ്, വാസ്തവത്തിൽ. അടുത്ത എക്സ്പ്രഷൻ അറ്റ് ലീസ്റ്റ്, മീനിങ് എങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞത്. ഒരു എക്സാമ്പിൾ സെൻറ്റൻസ്. അറ്റ് ലീസ്റ്റ് ട്രൈ വൺസ്. അറ്റ് ലീസ്റ്റ് ട്രൈ വൺസ്. ദാറ്റ് മീൻസ് കുറഞ്ഞത് ഒരു പ്രാവശ്യം കൂടി ശ്രമിക്കൂ. കുറഞ്ഞ പക്ഷം ഒരു പ്രാവശ്യം കൂടി ശ്രമിക്കൂ. അറ്റ് ലീസ്റ്റ്, കുറഞ്ഞത്. നെക്സ്റ്റ് വൺ, ആഫ്റ്റർ ഓൾ, മീനിങ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒടുവിൽ. എക്സാമ്പിൾ സെൻറ്റൻസ്. ആഫ്റ്റർ ഓൾ we are friends. After all, we are friends. അപ്പോൾ നമ്മൾ പറയാറില്ലേ, ഒടുവിൽ, അവസാനം നമ്മൾ ഫ്രണ്ട്സായി. അറ്റ് ലാസ്റ്റ് ഓർ ആഫ്റ്റർ ഓൾ വി ബിക്കെയിം ഫ്രണ്ട്സ്. അതാണ്. നെക്സ്റ്റ് എക്സ്പ്രഷൻ സോ ഫാർ. സോ ഫാർ മീൻസ് ഇതുവരെ. ഇതുവരെ. എക്സാമ്പിൾ സെൻറ്റൻസ്. So far, I have finished 5 lessons. So far, I have finished or completed 5 lessons.
5 lessons. ഇതുവരെ ഞാൻ 5 പാഠങ്ങൾ ഫിനിഷ് ചെയ്തു. 5 പാഠങ്ങൾ തീർത്തു. സോ ഫാർ, ഇതുവരെ. അടുത്ത എക്സ്പ്രഷൻ ആണ് ആക്ച്വലി. ആക്ച്വലി മീനിങ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ സത്യത്തിൽ. ആക്ച്വലി I don't drink coffee. Actually, I don't drink coffee. സത്യത്തിൽ ഞാൻ കാപ്പി കുടിക്കാറില്ല. ആക്ച്വലി, സത്യത്തിൽ. നെക്സ്റ്റ് എക്സ്പ്രഷൻ എനിവേ, മീനിങ് എന്തായാലും. എന്തായാലും അല്ലെങ്കിൽ ഏതായാലും, എന്തായാലും. എനിവേ, let's continue the class. Let's continue the class. Continue. C-T-I-N-U-E. Continue the class. Continue the class. എന്തായാലും വേണ്ടില്ല, നമുക്ക് ക്ലാസ് തുടരാം. ലെറ്റ്സ് കണ്ടിന്യൂ ദ ക്ലാസ്. എനിവേ മീൻസ് എന്തായാലും. നെക്സ്റ്റ് എക്സ്പ്രഷൻ ബിസൈഡ്സ്. ബിസൈഡ്സ് മീനിങ് കൂടാതെ. കൂടാതെ. എക്സാമ്പിൾ സെന്റൻസ്: ബിസൈഡ്സ് ഇംഗ്ലീഷ് ഷീ സ്പീക്സ് ഹിന്ദി. Besides English, she speaks Hindi. ഇംഗ്ലീഷ് കൂടാതെ അവൾ ഹിന്ദിയും സംസാരിക്കും. ബിസൈഡ്സ്, കൂടാതെ. നെക്സ്റ്റ് വൺ, however. However means എന്നാൽ. എന്നാൽ. എക്സാമ്പിൾ സെന്റൻസ്: I wanted to go, however it rained. I wanted to go. However, it rained. മഴയായിരുന്നാലും എനിക്ക് പോകേണ്ടി വന്നു. മഴയായിരുന്നിട്ടും എനിക്ക് പോകേണ്ടി വന്നു. I wanted to go. However, it rained. Here, before however and after however, 2 commas we need to use. howeverന് മുൻപും ശേഷവും കോമാസ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ, therefore. Therefore meaning അതിനാൽ. അതിനാൽ. ഒരു എക്സാമ്പിൾ സെന്റൻസ്. He worked hard. He worked hard, therefore he passed. He passed. ഇവിടെയും നമ്മൾ ആ കോമ ഉപയോഗിക്കുന്ന ആ റൂൾ കറക്റ്റാണ്. therefore-ന് മുമ്പും ശേഷവും. He worked hard, therefore he passed. അവൻ നന്നായി വർക്ക് ചെയ്തു, പഠിച്ചു, അതിനാൽ അവൻ വിജയിച്ചു. therefore, അതിനാൽ. നെക്സ്റ്റ് വൺ, moreover. moreover means മാത്രമല്ല അല്ലെങ്കിൽ കൂടാതെ. മാത്രമല്ല, കൂടാതെ എന്നൊക്കെ നമുക്ക് പറയാം. എക്സാമ്പിൾ സെന്റൻസ്: She is smart.
Moreover, she is kind. Moreover, she is kind. അവള് സ്മാർട്ട് ആണെന്നത് മാത്രമല്ല, വളരെ ദയാലുവും കൂടിയാണ്. മോരോവർ, മാത്രമല്ല അല്ലെങ്കിൽ കൂടാതെ. ഇനി furthermore, അതുകൂടാതെ. എക്സാമ്പിൾ സെന്റൻസ്: furthermore, we need more practice. We need more practice. അതുകൂടാതെ നമുക്ക് നന്നായി പ്രാക്ടീസ് വേണം. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും ഇതിൻ്റെ കൂടെ നമ്മൾ പറയുമ്പോൾ അതോടൊപ്പം പറയാണ്, അതുകൂടാതെ നമുക്ക് നന്നായി പ്രാക്ടീസും വേണം. നമ്മൾ ഈ പറയുകയാണ്, നമ്മൾ ഈ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയാൽ പോരാ, നന്നായിട്ട് പ്രാക്ടീസ്. furthermore, we need more practice. പ്രാക്ടീസും കൂടെ വേണം. നെക്സ്റ്റ് വൺ, although, മീനിങ് എങ്കിലും, എന്നിരുന്നാലും ഒക്കെയാണ് although മീനിങ്. ഒരു എക്സാമ്പിൾ സെന്റൻസ്: although he was tired. Although he was tired, comma, he worked. He worked. അവൻ ക്ഷീണിതനായിരുന്നെങ്കിലും അവൻ വർക്ക് ചെയ്തു. although, എങ്കിലും. നെക്സ്റ്റ് വൺ, even though. even though, although, though, ഈ 2-3-4 എക്സ്പ്രഷൻസ് സെയിം മീനിങ് ആണ് ഷെയർ ചെയ്യുന്നത്. ഈവൻ ദോ എന്ന് പറഞ്ഞാലും എങ്കിലും അല്ലെങ്കിൽ എന്നിരുന്നാലും എന്നൊക്കെയാണ്. എന്നിരുന്നാലും. എക്സാമ്പിൾ സെന്റൻസ്: ഈവൻ ദോ it was late. Even though it was late, they stayed. They stayed. വൈകിയിരുന്നെങ്കിലും അവര് അവിടെ തന്നെ തങ്ങി. സ്റ്റേഡ് മീൻസ് അവിടെ നിന്നു, തങ്ങി, താമസിച്ചു. ലേറ്റ് ആയിരുന്നിട്ട് കൂടി അവരവിടെ തന്നെ നിന്നു. ഈവൻ ദോ മീൻസ് എന്നിരുന്നാലും. അടുത്ത എക്സ്പ്രഷൻ, ഓൺ ദ അതർ ഹാൻഡ്, മീനിങ് മറുവശത്ത്. എക്സാമ്പിൾ സെന്റൻസ് പറയുമ്പോൾ നമുക്കിത് വേഗം പിടികിട്ടും. ദിസ് ഫോൺ ഈസ് ചീപ്പ്. This phone is cheap. This phone is cheap. On the other hand, it is slow. On the other hand, it is slow. ഈ ഫോൺ വില കുറഞ്ഞതാണ്, പക്ഷേ ഇത് സ്ലോ ആണ്. ഇത് വില കുറഞ്ഞ ഫോണാണ്, പക്ഷേ അതിൻ്റെ മറുവശം ഇത് സ്ലോ ആണ്. ഓൺ ദ അതർ ഹാൻഡ്, മറുവശം, അതിൻ്റെ വേറൊരു വശം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഓൺ ദ അതർ ഹാൻഡ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യത്തിൻ്റെ വേറൊരു വശം ഒരു വശം പറയുന്നതോടൊപ്പം തന്നെ
വേറൊരു വശം കൂടെ പറയാൻ വേണ്ടിയാണ് ഓൺ ദ അതർ ഹാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഫോർ എക്സാമ്പിൾ. വെരി ഈസി അല്ലേ? ഫോർ എക്സാമ്പിൾ മീൻ ഉദാഹരണത്തിന്. ഞാൻ ഇപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ തന്നെ എപ്പോഴും പറയുന്നതാണ് ഉദാഹരണത്തിന്. എക്സാമ്പിൾ സെന്റൻസ്: many fruits. For example, apples. Many fruits. For example, apples. Apples are healthy. ധാരാളം പഴങ്ങൾ. ഉദാഹരണത്തിന് ആപ്പിൾസ് ആർ ഹെൽത്തി. ആപ്പിൾ ഹെൽത്തിയാണ്, ആരോഗ്യദായകമാണ്. ഒരുപാട് പഴങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യത്തെ കൂടുതൽ എംഫസൈസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പറയാൻ വേണ്ടി നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണ്. നെക്സ്റ്റ് വൺ, ഫോർ ഇൻസ്റ്റൻസ്. ഇത് നമ്മൾ അങ്ങനെ എല്ലായ്പ്പോഴും യൂസ് ചെയ്യുന്നതല്ല, അതുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഇത് സിമ്പിളായിട്ടുള്ള അർത്ഥമാണ്, പക്ഷെ ഇത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതിന്റെ അർത്ഥവും ഉദാഹരണമായി എന്ന് തന്നെയാണ്. ഉദാഹരണമായി, ഫോർ എക്സാമ്പിൾ എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. സം ബേർഡ്സ്, ഫോർ ഇൻസ്റ്റൻസ്, parrots can talk. Some birds, for instance, parrots can talk. ചില പക്ഷികൾ, ഉദാഹരണത്തിന് തത്തകൾക്ക് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഉദാഹരണത്തിനെന്ന് പറയാൻ ഫോർ എക്സാമ്പിൾ എന്ന് പറയാം, ഫോർ ഇൻസ്റ്റൻസ് എന്നും നമുക്ക് ഉപയോഗിക്കാം. അതൊന്ന് ഓർമ്മയിൽ വെക്കണം. നെക്സ്റ്റ് വൺ, ആസ് എ റിസൾട്ട്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഫലമായി, എന്തിൻ്റെങ്കിലും ഫലമായി എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ഫലമായി. He didn't study. As a result, he failed. അവൻ ശരിക്ക് പഠിച്ചില്ല, അതിൻ്റെ ഫലമായി അവൻ പരാജയപ്പെട്ടു, തോറ്റു. ആസ് എ റിസൾട്ട്, അതിൻ്റെ ഫലമായി. നെക്സ്റ്റ് വൺ, ഇൻ അഡീഷൻ. ഇൻ അഡീഷൻ മീൻസ് ഇതിനു പുറമെ. ഇതിന് പുറമെ. In addition, we need more volunteers. In addition, we need more volunteers. അതായത് ഇതിന് പുറമെ നമുക്ക് കൂടുതൽ വളണ്ടിയേഴ്സിനെ വേണം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇൻ അഡീഷൻ, ഇതിന് പുറമെ. നെക്സ്റ്റ് എക്സ്പ്രഷൻ, ഇൻ അതർ വേർഡ്സ്. ഇൻ അതർ വേർഡ്സ് മീൻസ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ.
In other words, you need more practice. വേറൊരു രീതി പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ആവശ്യമാണ്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ. ദെൻ ദാറ്റ് ഈസ് ഇറ്റ്സ് എ കോമൺ എക്സ്പ്രഷൻ. നമുക്കത് സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇതൊരു വെരി യൂസ്ഫുൾ എക്സ്പ്രഷൻ ആണ്. ദാറ്റ് ഈസ് മീൻസ് അതായത്. He is a vegetarian. Example sentence, he is a vegetarian. That is, he doesn't eat meat. He doesn't eat meat. He doesn't eat meat. അവനൊരു വെജിറ്റേറിയനാണ്, അതായത് അവൻ മാംസം കഴിക്കാറില്ല. അവനൊരു വെജിറ്റേറിയനാണ്, അതായത് അവൻ മാംസം കഴിക്കാറില്ല. മേക്ക് സെൻസ്, റൈറ്റ്? ദാറ്റ് ഈസ്, അതായത്. നെക്സ്റ്റ് വൺ, ഓഫ് കോഴ്സ്. എന്താണ് ഓഫ് കോഴ്സ് മീനിങ്? തീർച്ചയായും. എക്സാമ്പിൾ സെന്റൻസ്, of course, I will help you. തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കും. ഷുവർട്ടി പറയാൻ, തീർച്ചയായും, ഓഫ് കോഴ്സ്. നെക്സ്റ്റ് വൺ, ഓഫ് ഓൾ. What is the meaning of all? Sorry, it's a not of all. Of course കഴിഞ്ഞിട്ട് above all, not of all. It's not a phrase. Above all. Above all means എല്ലാറ്റിനുപരി. എല്ലാറ്റിനും ഉപരി. എല്ലാറ്റിനും ഉപരി. Above all. For example sentence, above all, be honest. എല്ലാറ്റിനുപരിയായി സത്യസന്ധനായിരിക്കുക. എന്തെങ്കിലും ആയാലും, എന്ത് തന്നെ ആയാലും സത്യസന്ധനായിരിക്കുക. above all, എല്ലാറ്റിനും ഉപരി. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് ഓഫ് ഓൾ. ഫസ്റ്റ് ഓഫ് ഓൾ മീൻസ് ആദ്യം, ഏറ്റവും ആദ്യം. ഫസ്റ്റ് ഓഫ് ഓൾ. First of all, introduce yourself. Very commonly, we hear this sentence, right? First of all, അതായത് ഒരു ഇൻ്റർവ്യൂവിന് മുമ്പോ അല്ലെങ്കിൽ നമ്മളൊരാളെ കണ്ടുമുട്ടുമ്പോഴോ ആദ്യം പറയുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യം. നെക്സ്റ്റ് വൺ, ആസ് യൂഷ്വൽ. പതിവ് പോലെ. പതിവ് പോലെ, ആസ് യൂഷ്വൽ. He arrived late as usual. He arrived late as usual. He arrived late as usual. അവൻ പതിവ് പോലെ വൈകി തന്നെയാണ്. അവൻ സ്ഥിരമായി വൈകിയാണ് വരാറ്. ഇന്നും അവൻ വൈകി തന്നെയാണ് വന്നത്. ആസ് യൂഷ്വൽ, പതിവ് പോലെ. നെക്സ്റ്റ് വൺ, അറ്റ് ഫസ്റ്റ്. ആദ്യം. ആദ്യം. അറ്റ് ഫസ്റ്റ്.
I didn't understand the lesson. ആദ്യം എനിക്ക് പാഠമൊന്നും മനസ്സിലായില്ല. അറ്റ് ഫസ്റ്റ്, ആദ്യം. നെക്സ്റ്റ് വൺ, അറ്റ് ലാസ്റ്റ്. അറ്റ് ഫസ്റ്റ് ആദ്യം, അറ്റ് ലാസ്റ്റ് അവസാനം അല്ലെങ്കിൽ ഒടുവിൽ. അറ്റ് ലാസ്റ്റ് the bus arrived. ഒടുവിൽ ബസ് എത്തി. കാത്തിരുന്ന് അവസാനം ബസ് വന്നു. നെക്സ്റ്റ് വൺ, അറ്റ് ദ സെയിം ടൈം. അതേ സമയം, അതായത് ഒരേ സമയം, അതേ സമയം തന്നെ. She studies and works at the same time. At the same time. That means അവള് പഠിക്കുന്ന ഒപ്പം തന്നെ ജോലിയും ചെയ്യാറുണ്ട്. മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആളാണ്. അറ്റ് ദ സെയിം ടൈം, അതേ സമയം അല്ലെങ്കിൽ ഒരേ സമയം. നെക്സ്റ്റ് വൺ, അറ്റ് ദ മൊമെന്റ്. അറ്റ് ദ മൊമെന്റ് മീൻസ് റൈറ്റ് നൗ അല്ലെങ്കിൽ നൗ, ലൈക്ക് ദാറ്റ്. ഇപ്പോൾ. Example sentence, I am busy. I am busy at the moment. ഞാനിപ്പോൾ ബിസിയാണ്. റൈറ്റ് നൗ ഐ ആം ബിസി. അറ്റ് ദ മൊമെന്റ്, ഇപ്പോൾ. അടുത്ത എക്സ്പ്രഷനാണ് ഇൻ ദ മീൻ ടൈം. ഇൻ ദ മീൻ ടൈം മീൻസ് അതിനിടയിൽ. വെയിറ്റ് ഹിയർ. In the meantime, I will call him. Wait here. In the meantime, I will call him. ഇവിടെ കാത്തിരിക്കൂ, അതിനിടയിൽ ഞാൻ അവനെ വിളിക്കാം. ഇൻ ദ മീൻ ടൈം, അതിനിടയിൽ. ഇനി അതുപോലെ ഒന്നാണ് മീൻ വൈൽ. ഇതിനിടയിൽ. She cooked. Meanwhile, I cleaned the room. അവള് ആഹാരം ഉണ്ടാക്കി, ഇതിനിടയിൽ ഞാൻ റൂമെല്ലാം വൃത്തിയാക്കി. ഇൻ ദ മീൻസ് മീൻ വൈൽ, ഇതിനിടയിൽ. നെക്സ്റ്റ് വൺ, ബൈ ദെൻ. ഇറ്റ്സ് എ നൈസ് എക്സ്പ്രഷൻ. അപ്പോഴേക്കും. By then, the meeting has ended. The meeting had ended. അപ്പോഴേക്കും മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
ബൈ ദെൻ അപ്പോഴേക്കും. ഇതെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. നിങ്ങളതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ബൈ നൗ. ബൈ നൗ മീൻസ് ഇപ്പോഴേക്കും. ഇപ്പോഴേക്കും. ബൈ ദെൻ, ബൈ നൗ, നോട്ട് ബൈ ദെൻ, ബൈ നൗ by now he should be home. ഇപ്പോഴേക്കും അവൻ വീട്ടിലെത്തിയിട്ടുണ്ടാവും. വീട്ടിലെത്തിക്കാണും. വീട്ടിലായിരിക്കും. അവൻ അവിടെ എത്തിയിരിക്കും എന്ന് നമ്മൾ പറയണം. ബൈ നൗ, ഇപ്പോഴേക്കും he should be home. ബൈ നൗ, ഇപ്പോഴേക്കും. നെക്സ്റ്റ് വൺ, as soon as. as soon as means ഉടൻ തന്നെ. ഉടനെ തന്നെ അല്ലെങ്കിൽ ഉടൻ തന്നെ. Call me as soon as you arrive. നീ എത്തിയാൽ ഉടനെ, നീ എത്തുന്ന ഉടനെ തന്നെ എന്നെ വിളിക്കണം. as soon as, ഉടൻ തന്നെ. അതിനോട് യോജിച്ചൊരു എക്സ്പ്രഷനാണ് as long as. എന്താണ് ഇതിൻ്റെ മീനിങ്? എത്ര കാലം എന്നാണ്. എത്ര കാലം. as long as ഇത് ഡ്യൂറേഷൻ ഓഫ് ടൈം ആണ്. എത്ര കാലം അല്ലെങ്കിൽ അത്ര കാലം. നമ്മളൊരു വ്യവസ്ഥ ചെയ്യാണ് ഇവിടെ. ഫോർ എക്സാമ്പിൾ, you can stay here as long as you are careful. നീ ശ്രദ്ധാലുവായിരിക്കുന്നിടത്തോളം, നീ കരുതലുള്ള ആളായിരിക്കുന്നിടത്തോളം നിനക്കിവിടെ തങ്ങാം, നിനക്കിവിടെ നിൽക്കാം. നീ ശ്രദ്ധിക്കുന്നിടത്തോളം നിനക്കിവിടെ നിൽക്കാം. as long as, എത്ര കാലം. നെക്സ്റ്റ് എക്സ്പ്രഷൻ, even if. even if means അങ്ങനെ ആയാലും. അങ്ങനെ ആയാലും. even if. I will go even if it rains. I will go even if it rain. even if, no need is, okay. I will go even if it rain. മഴ ആയാലും ഞാൻ പോവും. അങ്ങനെ ആയാലും even if. നെക്സ്റ്റ് വൺ, in case. ഞാനിത് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ളൊരു ഒരു കാര്യം എടുത്തൊന്ന് ഇതിനോടൊപ്പം ഒന്ന് കൂട്ടിച്ചേർത്താൽ അത് നല്ലൊരു പഠന രീതിയായിരിക്കും. നിങ്ങൾ അതൊരിക്കലും മറന്നു പോകില്ല. ഞാൻ പറയുന്ന ഉദാഹരണത്തോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നൊരു ഉദാഹരണം എടുത്ത് ഇതുമായിട്ട് ഒന്ന് ചേർത്ത് വയ്ക്കുക. ഒരു എക്സാമ്പിൾ സെന്റൻസ് ഉണ്ടാക്കുക. ഇൻ കേസ് മീൻസ് ഒരു പക്ഷേ ആവശ്യം വന്ന. ഒരു പക്ഷേ ആവശ്യം വന്നാൽ. ഇൻ കേസ്. ടേക്ക് ആൻ അംബ്രല്ല. ടേക്ക് ആൻ അംബ്രല്ല. ഇൻ കേസ് in case, take an umbrella. In case it rains. It rains. ഒരു കുടയെടുക്കൂ, ഒരു പക്ഷെ ആവശ്യം വന്നാൽ. മഴയായിരിക്കും, മഴ പെയ്തേക്കാം, അല്ലെങ്കിൽ മഴ പെയ്യും. ഒരു പക്ഷെ ആവശ്യം വന്നാൽ ഒരു അംബ്രല്ല എടുത്തോളൂ. ഇറ്റ്സ് എ നൈസ് എക്സ്പ്രഷൻ, റൈറ്റ്?
ഇൻ കേസ്, ഒരു പക്ഷേ ആവശ്യം വന്നാൽ. വെരി നൈസ്. നെക്സ്റ്റ് വൺ, ഇൻസ്റ്റെഡ്. ഇൻസ്റ്റെഡ് മീൻസ് പകരം. പകരം. എക്സാമ്പിൾ സെന്റൻസ്, ലെറ്റ്സ് വാക്ക്. ലെറ്റ് us walk. Instead of taking a taxi. Instead of taking a taxi. ഓട്ടോ വിളിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ടാക്സി വിളിക്കുന്നതിന് പകരം നമുക്ക് നടക്കാം. ഇൻസ്റ്റെഡ്, പകരം. നെക്സ്റ്റ് വൺ, രാദർ. രാദറും ഇതേ അർത്ഥം തന്നെയാണ്. ഇൻസ്റ്റെഡിന്റെ അതേ അർത്ഥം തന്നെയാണ്. പകരം അല്ലെങ്കിൽ മറിച്ച് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. മറിച്ച്. ഒരു എക്സാമ്പിൾ സെന്റൻസ് നോക്കുമ്പോൾ അത് തമ്മിലുള്ള ആ ചെറിയ മിസ്റ്റേക്ക്, അത് ചെറിയ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. I would rather stay at home. I would rather stay at home. ഞാൻ പകരം വീട്ടിൽ നിൽക്കാം. മറ്റെന്ത് നിർബന്ധിച്ചപ്പോഴോ എവിടേക്കോ പോകാനോ എന്തോ ചെയ്യാനോ വേണ്ട, ഞാൻ പകരം വീട്ടിൽ നിൽക്കാം. rather, പകരം. നെക്സ്റ്റ് എക്സ്പ്രഷൻ, സ്റ്റിൽ. എന്നിട്ടും. എന്നിട്ടും. still. He was tired. Still he continued. He was tired. Still he continued. അവൻ ക്ഷീണിതനായിരുന്നു, എന്നിട്ടും അവൻ തുടർന്നു. ജോലിയായിരിക്കാം, അത് തുടർന്നു. ക്ഷീണിതനായിരുന്നിട്ടും. സ്റ്റിൽ, എന്നിട്ടും. നെക്സ്റ്റ് വൺ, yet. Very useful. Usually we use this yet. ഇതിന്റെ അർത്ഥം ഇതുവരെ ഇല്ല. ഇതുവരെ ഇല്ല. yet. അല്ലെങ്കിൽ നമുക്ക് എന്നിട്ടും എന്നുള്ള അർത്ഥവും, ഇതുവരെ ഇല്ല എന്ന് അല്ലെങ്കിൽ എന്നിട്ടും എന്ന അർത്ഥവും ഇതിനുണ്ട്. I have not finished yet. ഞാൻ ഇതുവരെയും ഫിനിഷ് ചെയ്തില്ല. ഇതുവരെ ഇല്ല. yet. I haven't finished yet. Next one, otherwise. അല്ലെങ്കിൽ. അല്ലെങ്കിൽ. Hurry up. Otherwise we will miss the train. Hurry up. Otherwise we will miss the train. പെട്ടെന്നാകട്ടെ, അല്ലെങ്കിൽ നമുക്ക് ട്രെയിൻ മിസ്സാവും. അതർവൈസ്, അല്ലെങ്കിൽ. നെക്സ്റ്റ് വൺ, ഇൻഡീഡ്. ഇൻഡീഡ് മീൻസ് തീർച്ചയായും, ശരിക്കും. തീർച്ചയായും അല്ലെങ്കിൽ ശരിക്കും. I mean, it was indeed a great performance. It was indeed a great performance. അത് തീർച്ചയായും ഒരു സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു, അല്ലെങ്കിൽ അത് തീർച്ചയായും ഒരു
നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ഇൻഡീഡ്, തീർച്ചയായും. നെക്സ്റ്റ് വൺ, ലക്കിലി. ലക്കിലി മീൻസ് ഭാഗ്യവശാൽ. എക്സാമ്പിൾ സെന്റൻസ്, luckily nobody was hurt. ഭാഗ്യവശാൽ ആർക്കും വിഷമമുണ്ടായില്ല. ലക്കിലി, ഭാഗ്യവശാൽ. നെക്സ്റ്റ് വൺ, അൺഫോർച്ചുനേറ്റ്ലി. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ. നിർഭാഗ്യവശാൽ ഓപ്പോസിറ്റ് ആണ് അല്ലെ, ലക്കിലി, അൺഫോർച്ചുനേറ്റ്ലി. അൺഫോർച്ചുനേറ്റ്ലി ദ ഷോപ്പ് വാസ് ക്ലോസ്ഡ്. ഷോപ്പ് തുറക്കുമെന്ന് കരുതി നമ്മൾ പോയതാണ്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദ ഷോപ്പ് വാസ് ക്ലോസ്ഡ്. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ. നെക്സ്റ്റ് വൺ, ഹോണസ്റ്റ്ലി. ഹോണസ്റ്റ്ലി, സത്യമായി പറഞ്ഞാൽ. സത്യമായി പറഞ്ഞാൽ. ഹോണസ്റ്റ്ലി, ഐ ഡോണ്ട് നോ ദ ആൻസർ. Honestly, I don't know the answer. സത്യം പറഞ്ഞ ഉത്തരം എനിക്കറിയില്ല. ഹോണസ്റ്റ്ലി, സത്യമായി പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ, സർപ്രൈസിംഗ്ലി. സർപ്രൈസിംഗ്ലി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിശയകരമായി. അതിശയകരമായി. ഒരു എക്സാമ്പിൾ സെന്റൻസ്, surprisingly she won the competition. Surprisingly she won the competition. That means won means വിജയിച്ചു. win, won. വിന്നിന്റെ പാസ്റ്റ് ടെൻസ് ആണ് won, വിജയിച്ചു. അവള് കോമ്പറ്റീഷൻ അതിശയകരമായി വിജയിച്ചു. അത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷെ അവൾ വിജയിച്ചു. സർപ്രൈസിംഗ്ലി, അതിശയകരമായി. നെക്സ്റ്റ് വൺ, നോ ഡൗട്ട്. നോ ഡൗട്ട് മീൻസ് സംശയമൊന്നുമില്ല. സംശയമില്ല. He will no doubt succeed. He will no doubt succeed. ഒരു സംശയമില്ല, അവൻ വിജയിക്കും. He will no doubt succeed. Next one, to be honest. സത്യം പറയുകയാണെങ്കിൽ. Example sentence, to be honest, I forgot your name. To be honest, I forgot your. സംടൈംസ് നമ്മൾ ചിലരുടെ പേരുകളൊക്കെ ആദ്യം പറഞ്ഞത് മറന്നു പോകും അല്ലേ? അപ്പം നമുക്ക് പറയാം, ടു ബി ഓണസ്റ്റ്, ഐ ഫൊഗോട്ട് യുവർ നെയിം. സത്യത്തിൽ ഞാൻ നിന്റെ പേര് മറന്നുപോയി. പ്ലീസ്
യുവർ നെയിം പ്ലീസ് നമുക്ക് ചോദിക്കാം. ടു ബി ഓണസ്റ്റ്, സത്യം പറയുകയാണെങ്കിൽ. അപ്പം നമ്മൾ 50 വെരി യൂസ്ഫുൾ ആയിട്ടുള്ള നേറ്റീവ് സ്പീക്കേഴ്സ്, ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് യൂഷ്വലി പതിവായി യൂസ് ചെയ്യുന്ന 50 എക്സ്പ്രഷൻസ്, ബ്യൂട്ടിഫുൾ ഫ്രേസസ് ആണ് ഇന്ന് പഠിച്ചത്. ഓരോന്നിലും നിങ്ങളുടെ റിയൽ ലൈഫ് എക്സാമ്പിൾസ്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള എക്സാമ്പിൾ സെന്റൻസ് കൂട്ടിച്ചേർത്ത് ഈ എക്സ്പ്രഷൻസ് എല്ലാം നിങ്ങളുടേതാക്കുക. നിങ്ങൾക്കും ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഏറ്റവും പവർഫുള്ളായ, യൂസ്ഫുള്ളായ ഒരു കാര്യവുമായി വീണ്ടും കാണും വരെ ബൈ, സീ യു.